ഡിസംബറിന്റെ വരവോടും കൂടെ നമുക്ക് ക്രിസ്മസ് കാലം അങ്ങ് എത്തിപ്പോയില്ലേ. അപ്പോൾ ക്രിസ്മസ് തീമായിട്ട് നമുക്ക് റെഡ് വൈറ്റ് കുർത്തകൾ ചെയ്യുമ്പോൾ ക്രിസ്മസ് തീമായിട്ട് തന്നെ ഒരു ഡിസൈൻ കൂടെ കൊടുക്കണമല്ലോ. ഇത് കണ്ടോ, ഞാനിവിടെ ഒരു ക്രിസ്മസ് ട്രീ ആണ് വരച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഈ ട്രീ ഫുള്ള് നമുക്ക് ഫ്രഞ്ച് നോട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരൊറ്റ സ്റ്റിച്ച് കൊണ്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ക്രിസ്മസ് തീമും ക്രിസ്മസ് ട്രീയും ആയതുകൊണ്ട് തന്നെ ഈ സാധാ എംബ്രോയിഡറി ത്രെഡ് കേട്ടോ, ഗ്രീനും റെഡും കളറൊക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഓടി വന്നോ, നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കണ്ടേ. ഈ ഒരു ട്രീ ആണ് ഞാനിപ്പോൾ വരച്ചു കൊടുത്തിരിക്കുന്നത്, കണ്ടില്ലേ. നമുക്ക് വേണമെങ്കിൽ ട്രയാങ്കിൾ പോലെ ഈ സൈഡ് ബോർഡർ ഒന്നും ഇല്ലാതെയും വരച്ചു കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇത് ട്രേസ് ചെയ്തെടുത്തതാണേ. ഗ്രീൻ കളർ ത്രെഡ് നീഡിലിട്ട് വെച്ചിട്ടുണ്ട്. ബാക്ക് സൈഡിലൂടെ നമുക്ക് ഈ മേളിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, കണ്ടോ. തവലിച്ച് പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 3 ചുറ്റ് കൊടുക്കണം നീഡിൽ. ഇതാ ത്രെഡ് ഇങ്ങനെ ഒന്ന് പിടിച്ച ശേഷം ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിക്കണം, കണ്ടോ. നമ്മുടെ ഇടത് കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചിട്ട് വലത് കയ്യിൽ നീഡിൽ പിടിച്ചത് ആ 3 ചുറ്റ് നീഡിൽ കണ്ടോ. അതാ ഇങ്ങനെ 3 ചുറ്റ് ഇട്ട് കൊടുത്ത് ഫസ്റ്റ് നീഡിൽ എടുത്തതിൻ്റെ തൊട്ടടുത്ത് ഇതാ ബാക്കിലൂടെ ഒന്ന് വലിച്ചെടുക്കണം. അപ്പോൾ നമുക്കിവിടെ ഒരു നോട്ട് കിട്ടും. ഈ ഒറ്റ നോട്ട് കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ഡിസൈൻ ഫുള്ള് കൊടുക്കുന്നത്. ഇനി അതിൻ്റെ ജസ്റ്റ് താഴെ നീഡിലെടുത്ത ശേഷം ഇനിയും 3 ചുറ്റ് അതേ കണക്കിന് തന്നെ കൊടുക്കണം. നമ്മൾ ഫസ്റ്റ് കൊടുത്ത പോലൊരു 3 ചുറ്റ് ഈ നീഡിലൊന്ന് കൊടുത്തുകൊണ്ട് അതിൻ്റെ തൊട്ടടുത്ത് നീഡിൽ ഇതുപോലെ ബാക്ക് സൈഡിലൂടെ ഒന്ന് ഇങ്ങനെ ഒന്ന് ഇറക്കി ബാക്കിലൂടെ വലിച്ചെടുക്കണം. ഇതേ കണക്കിനാണ് ഈ ഡിസൈൻ ഫുള്ള് കൊടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ഡിസൈൻ വരച്ചു കൊടുത്തിട്ടുള്ളതിൻ്റെ പുറത്തൂടെ ബോർഡർ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ ശേഷം അകവശം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഈ ഷേപ്പ് കിട്ടും. 3 ചുറ്റുതായി ഇങ്ങനെ എടുത്ത് മേളിലോട്ട് കൊടുക്കണ്ട, താഴോട്ട് കൊടുത്താൽ മതി. താഴോട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ട്രയാങ്കിൾ പോലെ കിട്ടണമല്ലോ. ഇനി ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് നമുക്ക് ഈ ത്രെഡ് ഇങ്ങനെ ഒന്ന് വലിച്ചു വെച്ച ശേഷം ബാക്ക് സൈഡിലൂടെ നീഡിൽ ഇതുപോലെ വലിച്ചെടുത്താൽ മതി. ത്രെഡ് ഇങ്ങനെ കുടുങ്ങിപ്പോകാതിരിക്കാനായിട്ടാണ് ഈ ഒരു കൈ കൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് കൊടുത്ത് ബാക്ക് സൈഡിലൂടെ വലിച്ചെടുക്കണം. കണ്ടോ, ദാ ഇങ്ങനെ ഈ വരച്ചിരിക്കുന്നതിൻ്റെ പുറത്തൂടെയാണ് ഞാനിപ്പോൾ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ശ്രദ്ധിച്ച് ഓരോ നോട്ടും എടുത്താൽ മതി. ത്രെഡ് തമ്മിലിങ്ങനെ കുടുങ്ങിപ്പോകാതെ ഒന്ന് സപ്പോർട്ട് കൊടുത്ത് ചെയ്തെടുക്കുമ്പോൾ കണ്ടോ, ഈ കോണ് വരുമ്പോൾ ഒരെണ്ണം ഞാനിവിടെ ഈ കോണിലോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അകവശത്തോട്ട് ആ വരച്ചിരിക്കുന്നതിൻ്റെ പുറത്തൂടെ തന്നെയാണ് അടുത്ത നോട്ട്, കണ്ടോ. ഇനി ഈ ചെയ്തതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ വരച്ചിരിക്കുന്നതിൻ്റെ പുറത്തൂടെ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഓരോ കോൺ എത്തുമ്പോഴും ഒരെണ്ണം ഇതുപോലെ തിരിച്ച് സൈഡിലോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഷേപ്പ് താഴെയുള്ള ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെ എത്തുമ്പോഴും ഇതേ ഷേപ്പിന് വരച്ചു കൊടുത്തിരിക്കുന്ന പുറത്തൂടെ തന്നെ ചെയ്ത് വന്നാൽ മതി. ഈ കറക്റ്റായിട്ട് നമുക്ക് അകവശത്തുനിന്ന് ഫില്ല് ചെയ്തേ വരുമ്പോഴത്തേക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഈ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ പുറത്തൂടെ നമുക്ക് ട്രീയുടെ ആ ഒരു ഷേപ്പ് ചെയ്തെടുത്ത ശേഷം ചെയ്യുവാണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അകവശത്ത് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡായിട്ട് ഓരോ നോട്ട് എടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയല്ലോ. കണ്ടില്ലേ, ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. താഴോട്ട് അതേ കണക്കിന് ചെയ്ത് ഫുള്ള് ഞാനിപ്പോൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടേ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളാണ്. നമുക്ക് അകവശം ഫില്ല് ചെയ്തെടുത്താൽ മതി. ഈ ഒറ്റ നോട്ട് കൊണ്ട് തന്നെ അകവശം കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അത് നമുക്ക് അങ്ങ് സ്പ്രെഡായിട്ട് കൊടുത്തിട്ട് കവർ ചെയ്തെടുത്താൽ മതി. കണ്ടോ, ഗ്യാപ്പ് കിടക്കുന്നിടത്തെല്ലാം നമുക്ക് ഓരോന്ന് നോട്ട് ഇട്ട് കൊടുത്താൽ മതി. കണ്ടോ, ത്രെഡ് കുടുങ്ങിപ്പോവാതെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് പിടിച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ സ്പീഡായിട്ട് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ത്രെഡ് കുടുങ്ങിപ്പോവും, പിന്നെ ത്രെഡ് ഇങ്ങനെ പൊട്ടി വരും. അതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ച് തന്നെ ഇത് ചെയ്യണം. ഈ ട്രീ ഫുള്ള് നമ്മൾ ഈ ഒരൊറ്റ നോട്ട് കൊണ്ടാണ് ചെയ്യുന്നത്. ഈ ട്രീയും കംപ്ലീറ്റ് ആവാറായി. കണ്ടോ, ഫുള്ള് ചെയ്ത ശേഷം ഈ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഗ്യാപ്പ് ഉണ്ട് എങ്കിൽ ആ ഗ്യാപ്പുള്ള ഭാഗത്ത് ഓരോ നോട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്ത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ ഗ്യാപ്പ് ഫുള്ള് ചെയ്തെടുക്കും. നമുക്ക് ട്രീ അടിപൊളിയായിട്ട് ഇതുപോലെ കിട്ടി. ഇനി നമുക്ക് അതിൻ്റെ
ഇവിടെ ബ്രൗൺ കളർ തടി കൊടുക്കണമല്ലോ, ബ്രൗൺ കളറാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത്. സാറ്റിൻ സ്റ്റിച്ച് കൊടുക്കാം, ചെയിൻ സ്റ്റിച്ച് എന്തുവാണോ കൊടുക്കാം. ഞാനിപ്പോൾ പറഞ്ഞല്ലോ ആദ്യമേ ഫ്രഞ്ച് നോട്ട് ഇട്ടുകൊണ്ടാണ് ഈ ഫുൾ ഡിസൈൻ ചെയ്യുന്നതെന്ന്. അതുകൊണ്ട് ഞാനിവിടെ ഫ്രഞ്ച് നോട്ട് തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത് കേട്ടോ. ബ്രൗൺ കളർ ത്രെഡ് കൊണ്ട് കൊടുക്കുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ ഒരു കറക്റ്റ് ലുക്ക് കിട്ടും. ഇതും അതുപോലെ തന്നെ വരച്ചു വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തൂടെയാണ് ഫസ്റ്റ് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഈ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ പുറത്തൂടെ നമുക്ക് ഈ ഡിസൈൻ ചെയ്ത ശേഷം ഫില്ല് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ട് ഈസി ആയിരിക്കും. ഇനി ആകവശം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. ഈ ഫ്രഞ്ച് നോട്ട് തന്നെ ഫുള്ളൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ചെയ്തില്ലേ അതുപോലെ തന്നെ ഫുള്ള് കവർ ചെയ്തെടുത്ത് കൊടുക്കുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിട്ട് നമുക്ക് ഈ ഒരു ട്രീ കിട്ടി. ഇനി നമുക്ക് ട്രീ ഡെക്കറേറ്റ് ചെയ്യണമല്ലോ. ട്രീ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ റെഡ് കളറാണ് കൊടുക്കുന്നത്. റെഡ് കളറ് നമുക്ക് ഇനി ത്രെഡിൻ്റെ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പ് കാണും. ത്രെഡിൻ്റെ പുറത്ത് കൊടുക്കരുത്, അപ്പോൾ പിന്നെ വൃത്തികേടായിട്ടിരിക്കും. ആ കുഞ്ഞു കുഞ്ഞു ഗ്യാപ്പിനിടയ്ക്ക് തന്നെ ഓരോ നോട്ട് അങ്ങുമായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ആ റെഡ് നോട്ട് കൂടെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ട്രീയുടെ കറക്റ്റ് ലുക്ക് വരുന്നല്ലേ. എന്തോ ഒരു ഭംഗിയല്ലേ റെഡ് നോട്ട് കൂടെ കൊടുക്കുമ്പോൾ. ഇപ്പോൾ തന്നെ ഒരു ക്രിസ്മസ് തീമായി തുടങ്ങിയല്ലേ. ഇനി നമുക്ക് വൈറ്റ് കൂടെ കൊടുക്കാം. റെഡ് വൈറ്റ് നമുക്ക് ഇഷ്ടമുള്ള കളർ, നമ്മൾ ട്രീ ഡെക്കറേറ്റ് ചെയ്യുന്ന പോലെ നമ്മുടെ ഇഷ്ടമാണ് നമ്മൾ ഏത് ത്രെഡ് ഏത് കളറിൽ കൊടുക്കണമെന്നൊക്കെ കേട്ടോ. കാരണം നമുക്കിപ്പോൾ പിങ്ക്, യെല്ലോ എന്ത് കളർ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. നമുക്ക് ഡ്രസ്സിന് ഏത് കളർ ചേരുന്നെന്ന് തോന്നുന്നു ആ കളർ നമ്മൾ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ റെഡ് വൈറ്റ് ഒരു ബ്ലൂ ഒക്കെ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതിനകത്ത് ഫുള്ള് ചെയ്ത് കൊടുക്കാം. സാധാ ഒരു ട്രീ നിൽക്കുന്ന അതേ ഒരു ലുക്കിൽ നമുക്ക് എല്ലാ കളറും മിക്സ് ചെയ്തൊന്ന് ചെയ്തെടുക്കാം. ഡബിൾ ഷെയ്ഡിൻ്റെ ഒരു ബ്ലൂ കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാ ഒരു ട്രീ നമ്മളെല്ലാം കളർഫുള്ളായിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്ന പോലെ ഒരു ഫീല് വരും. കണ്ടോ നല്ല ഭംഗിയില്ലേ നമ്മൾ ട്രീ കാണാനായിട്ട്. ബ്ലൂ കൊടുത്ത് ഞാൻ ഇനി ഒരു ഓറഞ്ച് കൂടെ കൊടുക്കുന്നുണ്ട്. ഒത്തിരി കളർ കൊടുക്കുന്നില്ല, ഈ 4 ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നേ ഉള്ളൂ. നമുക്ക് എത്ര കളർ വേണോ അത് കൊടുക്കാം. 4 ഷെയ്ഡെന്ന് പറഞ്ഞാൽ ഇതിലൊരു ഡബിൾ ഷെയ്ഡാണ് ഞാൻ ഈ ബ്ലൂ കൊടുക്കുന്നത്. അപ്പോൾ ലൈറ്റ് ബ്ലൂവും ഡാർക്ക് ബ്ലൂ ഇതിൽ വരുന്നുണ്ട് കണ്ടോ. അങ്ങനെ ഇതിലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് കൂടെ വരുന്നുണ്ട്. ഇതുപോലെ അങ്ങ് ട്രീയുടെ അകത്ത് ഉള്ള ഗ്യാപ്പിലെല്ലാം നമുക്കിതുപോലെ ഓരോ നോട്ട് ഇട്ട് കൊടുത്താൽ എത്ര സിമ്പിളല്ലേ നമുക്ക് ഈ ട്രീ ചെയ്യാനായിട്ട്. കാണുമ്പോൾ ബുദ്ധിമുട്ടാണെന്ന് തോന്നും, പക്ഷെ ചെയ്യാനായിട്ട് നല്ല ഈസി അല്ലേ. ഈ ഡിസൈനൊക്കെ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. നമുക്കിപ്പോൾ കുർത്തകളിലായാലും കുട്ടികളുടെ ഉടുപ്പിലായാലും സ്കേർട്ട് ബ്ലൗസ് എല്ലാത്തിലും നല്ല ഭംഗിയായിരിക്കും. ഏത് ഡ്രസ്സിൻ്റെ കൂടെ നല്ല ഭംഗിയായിരിക്കും. പ്രത്യേകിച്ച് നമുക്ക് ഈ റെഡ് വൈറ്റ് കുർത്തകളൊക്കെ യൂസ് ചെയ്യുമ്പോൾ ക്രിസ്മസ് കാലം ആയതുകൊണ്ട് നമുക്ക് ഈ റെഡ് വൈറ്റ് കുർത്തകൾക്ക് ഒരൊറ്റ ഡിസൈൻ കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക വെറൈറ്റി ഡിസൈൻ അല്ലേ, നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരൊറ്റ ഡിസൈൻ മാത്രം കൊടുത്താൽ മതി, വേറെ വർക്കൊന്നും ആവശ്യമില്ല. ഈ ഒരൊറ്റ ഡിസൈൻ മാത്രം കൊടുത്താൽ മതി, നമുക്ക് നല്ല ഭംഗിയായിട്ട് കിട്ടും. പ്രത്യേകിച്ച് നമുക്ക് ഈ ക്രിസ്മസ് പ്രോഗ്രാംസിന് ഗ്രൂപ്പായിട്ട് ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്യുമ്പോൾ ഈ കുർത്തകളിൽ എല്ലാ റെഡ് വൈറ്റ് കുർത്തകളാകുമ്പോൾ അതിൽ എല്ലാ കുർത്തകളിലും ഈ ഒറ്റ ഡിസൈൻ കൊടുത്തു കഴിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ നമ്മൾ ഇങ്ങനെ പ്രോഗ്രാംസൊക്കെ പങ്കെടുക്കുമല്ലോ, ആ ടൈമിന് പ്രത്യേകിച്ച് നല്ല ഭംഗിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ട്രീയുടെ മുകളിൽ ഒരു സ്റ്റാർ കൂടെ കൊടുക്കുന്നുണ്ട്. സ്റ്റാർ നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി. സ്റ്റാറും ഇതേ കണക്കിനൊന്ന് വരച്ചു കൊടുത്ത ശേഷം ആ കറക്റ്റ് വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ പുറത്തൂടെ ഇതേ ഫ്രഞ്ച് നോട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ മതി. കണ്ടോ സ്റ്റാർ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാനൊരു സ്റ്റാറൊക്കെ കൊടുത്തന്നേ ഉള്ളൂ. നല്ല ഭംഗിയിൽ കാണാനായിട്ട്. ശരിക്കും ഇത് നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ് കേട്ടോ. നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും നേരിട്ട് കാണാൻ ഭയങ്കര രസമാണ്. നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ കുർത്തകളൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇതേ ഒരു സിമ്പിളായിട്ട് എംബ്രോയ്ഡറി ഒന്നും പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എല്ലാവർക്കും സിമ്പിളായിട്ട് ഇത് കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് ക്രിസ്മസ് കാലം ആയതുകൊണ്ട് ഒരു വെറൈറ്റി ഡിസൈനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടമായെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ടാറ്റാ.